ഹായ് ഡിയർ വൺസ്, ഇന്നൊരു കക്കത്തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ഞാനിപ്പം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം കക്ക തുറന്നതിൽ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം നമ്മളത് ചൂടാകാൻ വയ്ക്കുക. ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റായത്. റിഫൈൻഡ് ഓയിലിനെക്കാട്ടി നല്ലത് വെളിച്ചെണ്ണയാണ്. എണ്ണ നല്ലവണ്ണം ചൂടാവണം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് തേങ്ങ നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കക്കത്തോരൻ ഉണ്ടാക്കുമ്പം ഈ തേങ്ങാക്കൊത്തിടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചില ആൾക്കാർക്ക് ഈ തേങ്ങാക്കൊത്തിടുന്ന ഇഷ്ടമല്ല, അപ്പോൾ അതില്ലാതെയും നമുക്കിത് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അരക്കഷ്ണം ഇഞ്ചി മാത്രമേ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളിയാണ് അല്പം കൂടുതൽ ഇട്ടിട്ടുള്ളത്. ഇതിനി നല്ലവണ്ണം മൂത്ത് വരണം. ഇത് നല്ലൊരു മണം വരും കേട്ടോ. ഈ 3 ഇൻഗ്രീഡിയൻറ്റും കൂടി നല്ല മണമാണ്. ഇനി ഇതിലേക്ക് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു 10-12 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് സവാള വാടിക്കിട്ടും. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഓൾറെഡി വേവിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് അടച്ച് വെച്ച് വീണ്ടും വേവിക്കണം. പൊതുവെ കക്ക ഇറച്ചിക്ക് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ അടച്ചു വെച്ച് പിന്നെയും വേവിക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റ് ഇതൊരു ലോ ഫ്ലെയിമിൽ ഇരുന്ന് വേവണം. തോരന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അരപ്പിൽ ചേർത്തിട്ടുള്ളത് അരമുറി തേങ്ങ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഗരം മസാലയും 3 ചെറിയുള്ളിയും കൂടി ചേർത്ത് വെള്ളം നനയ്ക്കാതാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അരപ്പിനി കക്കയിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യണ്ട. അരപ്പിൻ്റെ പച്ചമണം മാറാൻ മുകളിൽ വെച്ചിങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മറ്റുള്ളവർ കഴിക്കുന്നത് കാണുന്നത് ഇഷ്ടമാണ്. പക്ഷെ അതിന് ശേഷമുള്ള ഒരു ക്ലീനിങ്ങാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്. ഇതിപ്പം നിങ്ങളോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണേ. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കണം. കൂടാതെ ഈ കക്കയും അരപ്പും എല്ലാം കൂടി മിക്സായി ഒരു ഫ്രൈ പരുവം പോലെ വേണം നമ്മളിത് ആക്കിയെടുക്കേണ്ടത്. ഞാൻ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഫ്രൈ പോലെ ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്യാം. കക്കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഡിയർ വൺസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.